കാണാനുള്ള ആളുകൾ പോകരുത്. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമ എന്നല്ല, ഇതൊരു പുതിയ സിനിമയാണ്, ഇതൊരു പുതിയ നെഗറ്റീവാണ്. അപ്പം ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും, പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും സമയമെടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ഷെനീറിനെ പറ്റി പറയുമ്പോൾ ഷെനീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി, ഇതിന്റെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കി, ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോയം പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത്. അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇതിനോടകം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ട് എന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. എന്തെങ്കിലും പറയും. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ആട്ടം റിലീസായത്. ഇതേ സമയത്ത് അടുത്ത ദിവസം ഒരു പടം പിന്നെ ഇതിന് ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ആർട്ടിന്റെ അവാർഡ് കിട്ടിയത്. അപ്പോ പിന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് ഞാൻ ശരിക്കും മനുഷ്യരുടെ കൂടെ പെർഫോം ചെയ്തു, എനിക്ക് എൻജോയ് ചെയ്തു ക്യാരക്ടർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഓരോ വർഷവും നല്ല തുടക്കം സിനിമയിലൂടെ ആവട്ടെ എന്നാണ് സാറിന് അതിന്റെ പോയിന്റ് മനസ്സിലായിരുന്നു. സാറ് അതായത് ഈ രണ്ട് സിനിമയില്ല, ആട്ടമാണെങ്കിലും ഇപ്പം രേഖാചിത്രമാണെങ്കിലും സാറിൻ്റെ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനൊരു ശരി ഉണ്ട്. ആ ശരിക്ക് അവസാനം വരെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നി. ജീവിതത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ജീവിതത്തിൽ കുറെ ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് പറ്റുന്നത്ര റിലേറ്റബിൾ ആക്കണം എന്നാണ്. രണ്ട് ക്യാരക്ടേഴ്സും അവരുടേതായ ശരിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ബോത്ത് സ്ട്രോങ്, അവരുടേതായ രീതിയിൽ അവർ രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ആട്ടം കണ്ടതിന് ശേഷം എനിക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നല്ല ചോദ്യം. സന്തോഷമുണ്ട് പറയാൻ. സന്തോഷമുണ്ട് കാരണം ഈ 2025 ആദ്യത്തെ സിനിമ വലിയൊരു സിനിമയിൽ ഭാഗം പറ്റിയ ഒരുപാട് സന്തോഷം. അസുഖ ചെയ്തു. അതേപോലെ ജോബി, താങ്ക് യു. ജോബിനെ കാസ്റ്റ് ചെയ്തു. ഓൾ നമ്മുടെ എല്ലാ ടീമും, അസോസിയേറ്റ്സ് ആണെങ്കിലും പ്രേമായിട്ടും അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സമയത്ത് താങ്ക്സ് പറയാൻ തോന്നുന്നു. പിന്നെ ഈ നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്നും കുറച്ചുകൂടി നല്ല മുമ്പോട്ട് പോകണമെന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. അത് സംഭവിക്കട്ടെ. താങ്ക് യു. പിന്നെ അസുഖയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ ഇപ്പൊ കുറെ റിവ്യൂസ് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലേ. അച്ഛനായി താങ്ക് യു. അതിനെപ്പറ്റി ഫാൻസ്ലീറ്റിൽ ഇങ്ങനെ ആസിഫ പറഞ്ഞായിരുന്നു, ഇന്ത്യ കാണുമ്പോൾ ഒരാൾ പോലും ഷോട്ടിനെ വിളിച്ച നായകൻ എന്ന് പറയത്തില്ല, അതിനെ മാറ്റി പറയും, സിനിമയിലെ നായകൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തന്നെ രേഖയിൽ തന്നെ അത് ഓൾറെഡി അങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു താമസം വന്ന പോലെ തോന്നി അതേപോലെ ഒരു പണം വരാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ട്. കാരണം ഞാൻ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഷോപ്പിംഗ് നായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ അസുഖ പറഞ്ഞ കമന്റ് ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് നടൻ നീ മാറി, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റായി എന്ന് പറഞ്ഞിട്ടാണ് വരുന്ന മെസ്സേജ് മൊത്തം അങ്ങനെ വരുന്നത്. പിന്നെ കുറെ റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് ഇപ്പം പറയും വീഡിയോസ് ആയിട്ട് എനിക്ക് മെൻഷൻ ചെയ്ത് തരുന്നുണ്ട്. ആ പറയുന്നത് അച്ചടക്കമായി കറക്റ്റായി പറയും. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നായികൻ ചെയ്ത് നമസ്കാരം.
എല്ലാവരും പറഞ്ഞു ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്, ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് കാണാൻ പറ്റും. ഇത്രയും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിന് വലിയ സന്തോഷം. പിന്നെ ഇത്രയും വലിയ ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതും വലിയ സന്തോഷം. അപ്പോൾ താങ്ക് യു. ഹലോ. ചിത്രത്തിന്റെ നമ്മൾ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആക്ച്വലി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ ഈ പ്രൊമോഷൻസിന്റെ സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിലീസ് ആയി കഴിഞ്ഞിട്ട് പോലും ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ സ്ക്രീനിലുണ്ടായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലായി കാണും. ആൻഡ് ഈ പ്രോജക്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ജോബ്, താങ്ക് യു സോ മച്ച് എന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. ഈ കഥ പറഞ്ഞത് എൻ്റെ അടുത്ത് ജോൺ കഥ പറഞ്ഞതുകൊണ്ടാണ് അതല്ലേ കേൾക്കാത്തത്. അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്, ഐ ലുക്ക് വെരി ഗുഡ്. ആൻഡ് ഒബ്വിയസ്ലി ആസിഫിന്റെ കൂടെ വർക്ക് ഒത്തിരി ആഗ്രഹിച്ചു. വൺ ഓഫ് ദ ആക്ടറുടെ വോണ്ടഡ് ടു വർക്ക് വിത്ത് ആസിഫ് ആൻഡ് ഐ കുഡ് വർക്ക് വിത്ത് ആസിഫ്. താങ്ക് യു ആസിഫ്. Thank you. Anushka, thank you so much. It was really nice working with you. Zarif, loved being with you. Nice knowing you. ഒന്നിനെ അറിയാൻ മറ്റൊരു പ്രാവശ്യം മറ്റേ പറയാല്ലേ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം വെച്ചാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് രേഖാചിത്രത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് വി വർ സോ ഇൻവോൾവ്. ദിസ് ഇസ് ഹൗ ദി സെറ്റ് വാസ്. ആൻഡ് ദെൻ ലാസ്റ്റ് നമ്മുടെ ഈ സിനിമ ഔട്ട് വന്നപ്പോൾ ഇതിന്റെ ഔട്ട് കാണുമ്പോൾ ഇതിന്റെ ഹൗ പ്രേക്ഷകർ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ really happy from within. Thank you so much for everybody coming here and watching our cinema. I hope even cake party. Thank you, Nandi. Namaskaram. ഇതിനു മുമ്പ് ഗ്രൗണ്ട് ക്ലാസ്സിൽ ഒരു വട്ടം വന്നപ്പോണ്ടായ ഇൻസിഡന്റിന് ശേഷം മലയാളികൾ എല്ലാവരും ആസിഫയ്ക്ക് ചേർത്ത് നിർത്തി. അതിന് അദ്ദേഹം ആസിഫ മറുപടി തിരിച്ച് നന്ദി പ്രകടിപ്പിച്ചത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെയാണ്. അപ്പോൾ മലയാളികൾ അങ്ങിൽ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിനും ആ സ്നേഹത്തിനും 2025 വീണ്ടും തുടർച്ചയായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശ്രമിക്കുന്നതാണ്. എത്ര പറഞ്ഞാലും അങ്ങനെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ് എന്നെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ്, ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രസ് മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോ ഇവിടെ വന്നതിനും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സിനിമയുടെ ഒരു വിജയം അറിയിച്ചതിനും നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഇനി കാണാനുള്ള പ്രേക്ഷകർ സ്പോയിലേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സിനിമയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു. വീണ്ടും ഉടനെ കാണാം. അടുത്ത് എന്തായാലും ഇത്രയും ലേറ്റ് ആവില്ല. ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റിയുടെ സംവിധാനം അതിപ്പോഴൊപ്പം ഇതിന്റെ തുടക്കം ജോൺ പോൾ സാറിന്റെ സഫാരിയിൽ പറഞ്ഞ കാര്യത്തിൽ നിന്നായിരുന്നു ഈ കഥയുടെ തുടക്കം. അല്ല, ആക്ച്വലി ജോൺ പോൾ സാർ എന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ജോൺ പോൾ സാർ നല്ല പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കഥ ഞാൻ കുറേ സമയത്ത് പറയാം, 2018 ഇതിന്റെ കഥ വരുന്നു. അതിനുശേഷം ഇത് തിരക്കഥയുടെ സമയത്ത് 2021 ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ ഞാൻ ജോൺ പോൾ സാർ കഥ പറയേണ്ട ആവശ്യം വന്നപ്പോൾ സാറ് കോട്ടയത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏകദേശം 6-7 മണിക്കൂർ ഇരുന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് ശരിക്കും ഇപ്പം കാണുന്ന പോലെ അല്ല അവിടെ ജോൺ പോൾ സാർ വരേണ്ടിയിരുന്നത്. ജോൺ പോൾ സാർ ഇതിലൊരു ക്യാരക്ടറായിട്ട് വന്ന പോലെ വന്ന് ഒരു നിർണായക കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ
അങ്ങനെയാണ് ആ എപ്പിസോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ സിനിമ ഈ പറഞ്ഞ കുറച്ച് ഡിലേ ആയ സമയത്താണ് പെട്ടെന്ന് സാർ മരിച്ചു പോയത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്ന അതിന് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോൺ പോൾ സാറിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നീട് അത്തരത്തിലൊരു എപ്പിസോഡിലേക്ക് ഡയറക്ടർ അതാണ് ഇതിലെ കഥ ശരിക്കും നടന്നതാണോ അതിലോ മമ്മൂക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ തിരുത്തി ചെയ്തതാണോ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിൽ 2 സിനിമകളുടെ റെഫറൻസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കായിരുന്നതാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കായിരുന്നു. ഇതിനകത്ത് ജഗദീഷേട്ടന്റെ സീൻസുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും സ്റ്റോറീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ജഗദീഷേട്ടന്റെ സീൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിരുന്നേ. ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ട്വിസ്റ്റോ ഭയങ്കര ഹൈ മൊമെന്റ്സ് ഒന്നുമുള്ള സിനിമയല്ല. ഈ സിനിമ ആൾക്കാർക്ക് വർക്ക് ആവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ്. അത് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ അതില് ഏറ്റവും ഇതായിട്ട് മമ്മൂക്കേനെ എല്ലാവരും മമ്മൂട്ടി ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു സംഭവം അത് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. കമ്പനി എന്ന് പറയല കമ്പനി അങ്ങനെ എന്തോ അതാണ് ഞാൻ ചോദിക്കാത്തത്. ശരിക്കും ഞങ്ങൾ ശരിക്കും ആഡിയോ സമീക ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടെ പ്രതീക്ഷിച്ചത് മേഡം മച്ചാനെ എന്ന് വിളിക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രമായിരുന്നു. അപ്പം അതേപോലത്തെ പ്രതീക്ഷിക്കുന്ന ഒരു അടിച്ചു വിളിക്കുന്ന ഒരു കഥാപാത്രത്തിൽ വരുന്ന സിനിമ പ്രതീക്ഷിക്കുന്നു. ഞാനതിനാണ് വെയിറ്റിംഗ്. എനിക്ക് എന്ത് ഈടായിട്ട് വരുന്നത് എല്ലാം കുറെ സീരിയസ് പറയുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വനിതകളിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത്, സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് ഓർത്തു. അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഒരു 2 ഷോട്ടുള്ള ഒരു സീനിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി. അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര്, ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു. പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു. അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ് മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പൊ സുലേഖ എന്നാണ് അവരുടെ പേര്. എന്റെ ഭാഗത്ത് പറ്റി ചെറിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അത് അവരോട് പറയണായിരുന്നു. അപ്പൊ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത് സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അത്ര തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു. പക്ഷെ അത് എനിക്ക് അവരെ അത് അറിയിക്കാൻ പറ്റിയില്ല. അത് വിട്ടുപോയി. ലാസ്റ്റ് മിനിറ്റിലൊരു ട്രിം വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ്. അവരാണെങ്കിൽ കുറെ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആ സിനിമയുടെ അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഒരു വിഷമമായി പോയപ്പോൾ ചേച്ചി ഇപ്പോൾ വരണമെന്ന് വിചാരിച്ചു. പക്ഷെ എത്തിയിട്ടില്ല. ചേച്ചി ഫേസിലേതാണ് ഉടനെ തന്നെ ചേച്ചിക്ക് മികച്ചൊരു വേഷം, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും. അത് ചേച്ചിക്ക് അങ്ങനെയെങ്കിലും സന്തോഷമാവും. അല്ല ബോഡി കുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആസിഫിക മാത്രം കൈ കുറയുന്നില്ലാതെ ഓൾറെഡി അത് ചാടി നിൽക്കുന്ന പയ്യനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല, അങ്ങനെയാണ്. അത് സിനിമ ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കും. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക്
സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് എടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫ കുഴിയിൽ നിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. ഈ കുഴിച്ചിട്ട് കുഴിച്ചിട്ടത് കണ്ടെത്തുന്ന കുട്ടികൾ കൊണ്ടുവരാം. ദൃശ്യം 3 വരും. ഇതിന്റെ സുഹൃത്തിനോട് ചോദിക്കും. ലാലേട്ടൻ മമ്മൂക്ക ഒരുമിക്കണ പടത്തിൽ ആസിഫുണ്ടോ? ഇല്ല. റൂമറൊക്കെ ഉണ്ട് ആസിഫ ക്യാമിയോയിൽ റൂമറല്ലേ? ആസിഫ് ഉണ്ടാവും. ഇല്ല, ഞാനില്ല. ആസിഫക്ക, ഒരു സ്ക്രിപ്റ്റ് ഈ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിൽ സ്വാഭാവികമായിട്ടും ആസിഫക്ക ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ട് തോന്നും. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ എത്ര സമയം എടുത്തു? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇന്നിപ്പോ പറയാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിസ്റ്റ്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഭയങ്കര റിസ്കി ആയിട്ടൊരു കാര്യമാണ്. അത് എളുപ്പമല്ല. നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ആൻഡ്രൂ അത് ഭയങ്കര നന്നായി ചെയ്തു തന്നു. ഒരുപാട് സമയം എടുത്തു നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തന്നു. അതേപോലെ തന്നെ JD എന്ന് പറയുന്ന ജയദേവൻ സൗണ്ട് ഡിസൈനർ കഴിഞ്ഞ വർഷത്തെ ഉള്ളൊഴിക്കുന്ന സംസ്ഥാന അവാർഡ് നേടിയ JD വളരെ മികച്ച രീതിയിൽ ഒരു സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുജീബ് ഇല്ല. കിഷ്ടി നടന്ന ശേഷം മുജീബ് ചെയ്യുന്ന സിനിമയാണ്. ഇനിയുള്ള കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരാളായിട്ട് മാറാൻ പോകുന്ന ഒരാളാണ് മുജീബ്. ഇനി തൊട്ടടുത്ത അവൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു സിനിമയാണ്. അത് അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് മുജീബ് എന്ന് പറയുന്നൊരു ആളുടെ കാലമാണ് വരാൻ പോകുന്നത്. അതൊരു സൂചനയാണ്. ഇഷ്ടം ജയകായതും മുജീബ് ഇല്ല. ഈ സിനിമയിൽ ഈ സിനിമ നടത്തിയെടുക്കാൻ കുറച്ച് പണിയുള്ള സിനിമയാണ്. ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊരു ലിമിറ്റഡ് ദിവസങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഈ 90 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും രാവിലെ നേരത്തെ തുടങ്ങി രാത്രി വൈകി അവസാനിച്ച് പിറ്റേ ദിവസം 2 മണിക്കൊക്കെ രാത്രി നിർത്തി പിറ്റേ ദിവസം 8 മണിക്കൊക്കെ വീണ്ടും തുടങ്ങി. അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. അതുപോലെ അപ്പൂൻ്റെ ടീമിലെ എല്ലാവരും എടുത്തു വരുന്നത് ദേവിചേട്ടൻ, പ്രേമേട്ടൻ, എൻ്റെ ADs ആയിട്ട് നിൽക്കുന്ന എല്ലാവരും, അപ്പൂൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും, അങ്ങനെ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ പല സമയങ്ങളിലും റെസ്റ്റ് കിട്ടുമെങ്കിലും ഈ ടീമിലൊന്നും അതുപോലെ സിനിമ യൂണിറ്റ് അവർക്കൊന്നും അങ്ങനെ റെസ്റ്റ് കിട്ടില്ല. ഈ 2 മണി പോയാലും പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇവരെല്ലാം എത്തണം. അപ്പം അങ്ങനെ ഒരു ടീമായിട്ട് 6 ദിവസം നിന്നിട്ടാണ് ഒപ്പം നിന്നുകൊണ്ടാണ് ഈ സിനിമ ആ ഒരു പീരീഡിൽ ഞാൻ ഇങ്ങനെ തീർക്കാൻ പറ്റും. അവരോട് എല്ലാവരും നന്ദി ഞാൻ ഇപ്പോൾ പറയുന്നു. ആസിഫ്ക്ക, അടുത്തതായിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ ജിത്തു സാറിന്റെ മൂവിയാണ്. അതിന്റെ ജോണർ ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്നത്? ടൈറ്റിൽ ജസ്റ്റ് റിവീൽ ചെയ്തോളൂ. ഇനി ഓരോന്നായിട്ട് തരാം. എല്ലാം കൂടെ ഒറ്റടിക്കുന്ന നമുക്ക് ഒറ്റയ്ക്ക് കാണാനുള്ള അവസരം. വീണ്ടും ത്രില്ലറിലേക്കാണോ പോകുന്നത്? നോക്കാം. ജിത്തു ജോസഫ് സർ ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാവുന്നതാണ് ഇഷ്ടം? എനിക്ക് ത്രില്ലറാണ് പേഴ്സണലി. അങ്ങനെ പോകാം. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിലൂടെയാണ് ഈ ലോകം അറിയുന്നത് സിനിമയെ കുറിച്ച്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അത്രയും പ്രിയപ്പെട്ടതാണല്ലോ മമ്മൂക്ക. അതേപോലെ തന്നെ മമ്മൂക്ക ആരാധകർക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾ 3 പേരും ഒന്നിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിക്കാൻ കഴിയുമോ? 2 പേരോട് മമ്മൂക്കൊക്കെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ രണ്ടുപേരും. അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ അവർക്ക് വേണ്ടി, മമ്മൂക്ക ആരാധകർക്ക് വേണ്ടി മമ്മൂക്കയെ വെച്ച് നിങ്ങൾ 3 പേരുള്ള ഒരു സിനിമ പ്രതീക്ഷിക്കാം. ജോഫിൻ സാറിന്റെ ഡയറക്ഷനിൽ മമ്മൂക്ക ആസിഫിലും ഒന്നിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, 2 സബ്ജക്റ്റുകൾ നടക്കുന്നത്. അത് നേരെ അങ്ങോട്ട് പോയാൽ താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. ഓ സമ്മതിച്ചു